ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില പൊതു ചോദ്യങ്ങളാണ് ഇന്നത്തെ പ്രോഗ്രാം. നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് സിസ്റ്റർ റിൻസി ജോബിൻ. ആദ്യത്തെ ചോദ്യം: ഏത് വൃക്ഷത്തിന്റെ ഇലകളാണ് ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നത്? ഉത്തരം: ജീവവൃക്ഷത്തിന്റെ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അരയുടെ പഴിഞ്ഞ് കാൽമുട്ടുകളാടിയ രാജാവ് ആരാണ്? ഉത്തരം: ബെൽശസ്സർ. ദാനിയേൽ പ്രവചനം 5-ാം അധ്യായം 6-ാം വാക്യം. അടുത്ത ചോദ്യം: വേദപുസ്തകത്തിലെ അവസാന പദം ഏതാണ്? ഉത്തരം: ആമേൻ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ഫെലിക്സിന്റെ ഭാര്യയുടെ പേര് എന്താണ്? ഉത്തരം: ദ്രുസില്ല. അപ്പോസ്തല പ്രവൃത്തി 24-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: അലക്സാന്ദ്രിയയിൽ നിന്നും സുറക്കൂസയിലേക്ക് പോയ കപ്പലിന്റെ ചിഹ്നം ഏതാണ്? ഉത്തരം: അശ്വിനി ചിഹ്നം. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: യഹോവ മുളപ്പിച്ച ആവണക്ക് കുത്തിക്കളഞ്ഞത് ആരാണ്? ഉത്തരം: പുഴു. യോനയുടെ പ്രവചനം 4-ാം അധ്യായം 7-ാം വാക്യം. അടുത്ത ചോദ്യം: ആരുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഹിസ്കിയ രാജാവ് വസ്ത്രം കീറിയത്? ഉത്തരം: റബ്ശാക്കേ. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 1-ാം വാക്യം. യെശയ്യാവിന്റെ പ്രവചനം 37-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: പൗലോസ് ഒരു നേർച്ച ഉണ്ടായിരുന്നതിനാൽ തല ക്ഷൗരം ചെയ്തത് എവിടെ വെച്ചാണ്? ഉത്തരം: കെംക്രയ. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 18-ാം വാക്യം. അടുത്ത ചോദ്യം: ഇസ്രയേൽ ഗ്രഹം ഉണ്ടാക്കിയ നക്ഷത്രദേവൻ ആരാണ്? ഉത്തരം: കിയൂൻ. ആമോസിന്റെ പ്രവചനം 5-ാം അധ്യായം 26-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: സൗന്ദര്യം വ്യർത്ഥമാണെന്ന് പറഞ്ഞ വ്യക്തി ആരാണ്? ഉത്തരം: ലെമുവേൽ രാജാവിൻ്റെ അമ്മ. സദൃശവാക്യം 31-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: രഹബയാമിൻ്റെ മാതാവ് ആരാണ്? ഉത്തരം: നയമ. 1 രാജാക്കന്മാർ 14-ാം അധ്യായം 21-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം: ബെന്യാമീൻ ഗോത്രത്തിലെ ധനികനായ മനുഷ്യൻ ആരാണ്? ഉത്തരം: കീശ്. 1 ശമൂവേൽ 9-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം: അർദ്ധരാത്രിയിൽ സ്ത്രീയെ കണ്ട് ഞെട്ടിത്തിരിഞ്ഞ പുരുഷൻ ആരാണ്? ഉത്തരം: ബോബസ്. രൂത്തിന്റെ പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: യോശുവ ഏതു ഗോത്രക്കാരനായിരുന്നു? ഉത്തരം: എഫ്രയീം. സംഖ്യാപുസ്തകം 13-ാം അധ്യായം 8-ാം വാക്യം. അടുത്ത ചോദ്യം: പനിയും അതിസാരവും പിടിച്ച് കിടപ്പിലായിരുന്നത് ആരുടെ അപ്പനാണ്? ഉത്തരം: പുബ്ലിയോസിന്റെ. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഇതുവരെയും വീഡിയോ കണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുതേ.